ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ കസിൻ്റെയും അതുപോലെ തന്നെ അവളുടെ ഫിയാൻസിക്കും കൊടുത്ത ഒരു നിയർലി വെഡ്സ് ബാഷ് പാർട്ടിയുടെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങളൊരു സർപ്രൈസ് പാർട്ടിയാണ് ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് സർപ്രൈസ് തന്നുകൊണ്ട് അവർ നേരത്തെ വരികയാണ് ചെയ്തത്. നമ്മൾ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്താണ് അവർ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും വണ്ടറായിപ്പോയി, ദൈവം എന്ത് ചെയ്യും എന്നായിപ്പോയി. പക്ഷേ അവരും കൂടെ വന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഡെക്കറേഷൻസ് ആണെങ്കിലും എല്ലാ കാര്യത്തിനും അവരും കൂടെ നമ്മുടെ കൂടെ കൂടുകയും അതുപോലെ തന്നെ അതൊരു വേറൊരു ലെവലിലേക്ക് നമ്മളെല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് അടിപൊളിയാക്കുകയും ചെയ്തത്. പിന്നെ ഈ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ, കാരണം അവർ നമ്മൾ ചെയ്തു വെച്ച ബലൂൺസ് ആണെങ്കിലും ഡെക്കറേഷൻസ് സെറ്റ് ചെയ്തിരുന്നതെല്ലാം അവർ നമുക്ക് കൊളാക്കി തരാണ് ചെയ്തത്. പിന്നെ ഒരു കണക്കിന് അതൊക്കെ റീസെറ്റ് ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ബ്രൈഡ് ടു ബി ഫംഗ്ഷനാണ് ആദ്യം വിചാരിച്ചിരുന്നത് വെഡ്ഡിങ് ഫിക്സ് ചെയ്തപ്പോൾ ആ ഒരു ടൈമിൽ. പക്ഷേ അവളുടെ ഫിയാൻസിയും ഇവിടെ ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ അവനും നമ്മളോട് ഭയങ്കര കൂട്ടാണ്. നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ് എല്ലാ ഫങ്ഷൻസും വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവനും കൂടെ കൂടി അങ്ങനെ രണ്ടുപേർക്കും കൂടിയാണ് ഈ പാർട്ടി കൊടുത്തിരിക്കുന്നത്. ഇവരുടെ വെഡ്ഡിങ് ഫിക്സ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ലാസ്റ്റാണ്. ആ ടൈമിൽ ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ എല്ലാ സങ്കടവും ഞങ്ങൾ ഈ പാർട്ടിയിൽ ഞങ്ങൾ അടിച്ച് പൊളിച്ച് തകർത്ത് തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക കേട്ടോ. ഞങ്ങളൊരു ഹവായ് തീമിലാണ് ഈ ഒരു ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്തത്. അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ അന്നത്തെ ദിവസമാണ് കേട്ടോ. അന്നത്തെ ദിവസം അവർക്കും കൂടെ ഉള്ളത് നമ്മളെല്ലാവരും കൂടെ വന്നിട്ടാണ് സെലക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ പോയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഡിലേ അങ്ങനെയും വന്നു. പിന്നെ പക്ഷേ എല്ലാവർക്കും കൂടെ കുറേ ഷോപ്സിൽ കയറിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. എല്ലാവർക്കും പക്ഷേ അടിപൊളിയായിട്ടുള്ള ഡ്രസ് കോസ്റ്റ്യൂംസൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന പോലെ തന്നെ നമ്മൾക്ക് കിട്ടുകയാണ് ചെയ്തത്. പിന്നെ കേക്ക് കട്ടിങ് ഫങ്ഷൻസ്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ടേബിളിൽ കുറേ പ്രോപ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ വേറൊരു കവറിലായിരുന്നുകൊണ്ട് അത് വെക്കാനായിട്ട് ആ സമയത്ത് വിട്ടുപോയി. ശരിക്കും ടേബിളൊക്കെ വളരെ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. കാരണം കേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ ടേബിൾസിലുള്ളൂ. കാരണം ബാക്കിയുള്ള എല്ലാ പ്രോപ്സും ഞങ്ങൾ എടുക്കാൻ മറന്നുപോയി. പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് അയ്യോ കുറേ കാര്യങ്ങൾ വിട്ടുപോയല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ കുറേ മിസ്റ്റേക്സ് അതിൻ്റെ ഇടയ്ക്കും വന്നിരുന്നു. കാരണം ഫുൾ എൻജോയ് ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ല. അതാണ് മെയിനായിട്ട് വന്നത്. ഈ ഒരു സമയത്ത് ഒരു കോമഡി ഉണ്ടായിരുന്നു. കാരണം ഷാമ്പെയിൻ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ടൈമിൽ തന്നെ ഇത് തന്നെ ഓപ്പൺ ആയി കുറേയൊക്കെ സ്പ്രെഡ് ചെയ്ത് പുറത്ത് പോയി. പക്ഷേ നമ്മളൊരു 5-6 വീഡിയോ വെച്ചിട്ടാണ്, അതായത് ക്യാമറ വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഏതിൽ നല്ല രീതിയിൽ കിട്ടും എന്നറിയില്ലായിരുന്നു. അങ്ങനെ ഭാഗ്യത്തിന് ഒരു ചെറിയൊരു പോർഷൻ മാത്രം നമുക്ക് കിട്ടി. അങ്ങനെ ഷാമ്പെയിൻ ബോട്ടിൻ്റെ ആ ഒരു പോർഷനിൽ കുറച്ച് കോമഡി ആയിരുന്നു. പിന്നെ എല്ലാവരും കൂടെ അതും എൻജോയ് ചെയ്തു. പിന്നെ ലാസ്റ്റ് തുള്ളലൊക്കെ കഴിഞ്ഞ് കുറച്ച് എല്ലാവരും ടയേർഡായി കഴിഞ്ഞപ്പോഴത്തേനും ഫുഡിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കയറി. നമ്മൾ ഗ്രില്ലടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ബൂവയും അതുപോലെ തന്നെ രജിത്തേട്ടനും ഡെൽവിനും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഞങ്ങളെല്ലാവരും അന്നത്തെ ദിവസം വളരെ എൻജോയ് ചെയ്തു. എല്ലാവർക്കും നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു വീഡിയോ ആണ്. ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് യാർഡിൽ തന്നെയാണ് ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ.